അനേക ഡോക്ടർമാരും നേഴ്സുമാരും ഓടി വരുന്നു. എന്താണ് സംഭവിച്ചത്? കുഴപ്പമില്ലാതിരുന്ന ഒരു രോഗിയാണ്. അവർ ഓടി വന്ന് നോക്കുമ്പോൾ മരണവെപ്രാളത്തോടുകൂടി അദ്ദേഹം പിടയുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ആ കൂട്ടത്തിൽ ഈ ഇഞ്ചക്ഷൻ ചെയ്ത, ഈ മരുന്ന് കുത്തിവെച്ച ഈ മനുഷ്യനും അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ യൂണിവേഴ്സൽ മന്ന സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിജു. കളങ്കാവൽ എന്ന് പറയുന്നതായ ഒരു മനോഹര ചിത്രം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു കഥാപാത്രമുണ്ട്, സ്റ്റാൻലി ജോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. ഈ കഥാപാത്രം ഓരോ സ്ത്രീകളെ കൊന്നുകളയുന്ന ഒരു സിനിമയാണത്. അതിൻ്റെ പശ്ചാത്തലം പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ കഥാപാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഓരോ സ്ത്രീകളെയും കൊല്ലുമ്പോൾ ഞാൻ അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധിയിൽ നിന്നും അവരെ ഞാൻ വിടുവിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരെ ഫ്രീ ആക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ സീരിയൽ കില്ലേഴ്സിനും അവരുടേതായ ഓരോ ന്യായീകരണങ്ങളുണ്ടാവും. നമുക്കറിയാം, കേരളം കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലറായിരുന്നു റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഓരോ വീടുകളിൽ കളവിന് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വേണമെങ്കിൽ ചെറിയ ഒരു ഉപദ്രവമൊക്കെ നടത്തി അവരെ ബോധക്ഷയമൊക്കെ കെടുത്തിയിട്ട് അവിടുന്ന് എനിക്ക് പണമോ ആഭരണങ്ങളോ ഒക്കെ എനിക്ക് മോഷ്ടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഞാനത് ചെയ്യാതെ എന്തെങ്കിലും ഇരുമ്പ് ആയുധം കൊണ്ട് അവരുടെ തലയ്ക്ക് അടിച്ച് ചോര ചിതറിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി. കാരണം അത് കണ്ടില്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാകില്ല, ഒരു തൃപ്തി ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചോര ചിതറുന്ന കാണുമ്പോൾ തൃപ്തി ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ, അതായിരുന്നു റിപ്പർ ചന്ദ്രൻ. അപ്പോൾ ഓരോ സീരിയൽ കില്ലേഴ്സിനും അവരുടേതായ ഓരോ ന്യായീകരണങ്ങൾ അവർ പറയാറുണ്ട്. അദ്ദേഹത്തിനും കുറ്റബോധം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതേപോലുള്ള ഒരു സീരിയൽ കില്ലറിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അമേരിക്കയിലെ ന്യൂജേഴ്സി എന്ന് പറയുന്നതായ ആ സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഇടനാഴിയിൽ കൂടെ ഒരു മനുഷ്യൻ സാവധാനം നടന്നു വരികയാണ്. വെന്റിലേറ്ററിൻ്റെയും ഹൃദയമിടിപ്പിൻ നിയന്ത്രിക്കുന്ന മിഷനറികളുടെയും ശബ്ദമുണ്ട് അവിടെ. അതുമാത്രമല്ല, മനസ്സ് മടുപ്പിക്കുന്ന മരുന്നുകളുടെ രൂക്ഷഗന്ധവുമുണ്ട്. അദ്ദേഹം VIP ബ്ലോക്കിലേക്കാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സിറിഞ്ച് ഉണ്ട്. ആ സിറിഞ്ച് നിറച്ചിരിക്കുന്ന മരുന്ന് ഡൈജോസിൻ എന്ന് പറയുന്നതായ മരുന്നാണ് നിറച്ചിരിക്കുന്നത്. ഈ മരുന്നിൻ്റെ പ്രത്യേകത ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ വേഗത കൂട്ടുക എന്നുള്ളതാണ്. ഇദ്ദേഹം VIP ബ്ലോക്കിലേക്കാണ് അദ്ദേഹം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മളൊന്ന് അദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം വളരെയധികം പ്രസന്നവദനായ മുഖഭാവമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പുഞ്ചിരി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നീണ്ട ഒരു മനുഷ്യൻ, നീണ്ടു വെളുത്ത ഒരു മനുഷ്യൻ. അദ്ദേഹം ആ VIP ബ്ലോക്കിലേക്ക് പതുക്കെ കയറുകയാണ്.
അവിടെ ആ സമയത്ത് സർജറി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ മയക്കത്തിൽ ഒരു മനുഷ്യൻ വിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ IV ബാഗിലേക്ക് ഇതേ ക്രൂരനായ സൈക്കോ കില്ലർ. എങ്ങനത്തെ സൈക്കോ കില്ലർ? മരണത്തിൻ്റെ മണമുള്ള മാലാക. അദ്ദേഹം ഒരു നേഴ്സാണ്. ഇന്ന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നു തള്ളിയ, അല്ലെങ്കിൽ ഏറ്റവും ക്രൂരനായ മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ ചാൾസ് ഗവൺമെൻറ് രേഖകളിൽ 28 ആൾക്കാരെ കൊന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ചാൾസ് കള്ളൻ പറയുന്നത് താൻ ഏകദേശം 400 ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രം ക്രൂരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ ഒരിക്കലും മനുഷ്യരെ കൊല്ലുകയല്ല ചെയ്യുന്നത്, അവരെ ഇല്ലായ്മ ചെയ്യുകയല്ല ഞാൻ ചെയ്യുന്നത്, മറിച്ച് അവരെ ഈ കഷ്ടത നിറഞ്ഞ, ഈ പ്രതിസന്ധി നിറഞ്ഞ, ഈ രോഗം നിറഞ്ഞ ഈ ലോകത്തു നിന്നും ഞാൻ അവർക്കൊരു മോക്ഷം മേടിച്ചു കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അദ്ദേഹം വിശ്വസിക്കുകയും അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. വിചിത്രമായ വാദമാണത്. ആരാണ് ഈ ചാൾസ് കള്ളൻ? നമുക്കറിയാം, 1960 ന്യൂജേഴ്സിയിലുള്ള ഒരു സ്ഥലത്ത് 8 മക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജനിച്ച് ഏകദേശം 9 വയസ്സ് പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി. വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു ഈ ചാൾസ് കള്ളൻ്റെ. പിന്നെ ഈ ചാൾസ് കള്ളന് ആശ്രയമുണ്ടായിരുന്നത് അവൻ്റെ മാതാവ് മാത്രമാണ്. ഈ ചാൾസ് കള്ളൻ സ്കൂളിൽ പോകുമ്പോൾ അവനൊരു അന്തർമുഖനായ ഒരു കുട്ടിയായിരുന്നു. അതായത് ഇവൻ ആരുമായിട്ടും ചങ്ങാത്തം സ്ഥാപിക്കില്ല. ഇവൻ ആരെയും സത്യത്തിൽ ഇഷ്ടമല്ല. ലോകം മുഴുവൻ അവന് വെറുപ്പാണ്. അവൻ്റെ അധ്യാപകരോട് അവന് വെറുപ്പാണ്. അവൻ്റെ കൂട്ടുകാരോട് അവന്
അച്ഛനുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട ഈ സമയത്ത് അത് മാത്രമല്ല അവനെ സംബന്ധിച്ച ഒരു പ്രശ്നമുള്ളത്. ഈ ആക്സിഡൻ്റ് ഉണ്ടായിട്ട്, അമ്മയുടെ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അവനെ ഹോസ്പിറ്റലിലാക്കുകയും ഈ ഹോസ്പിറ്റലുകാർ വേണ്ട വിധം ആ മാതാവിനെ ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ല. അവർ നല്ലൊരു ചികിത്സയൊന്നും കൊടുത്തില്ല. അതുമാത്രമല്ല, ആ സ്ത്രീയുടെ ശരീരം ഈ ചാൾസ് കള്ളൻ്റെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തുമില്ല. അങ്ങനെ ഇവന് ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതായ ഈ ആശുപത്രികളോട് മൊത്തത്തിൽ അവനൊരു എതിർപ്പായി. ആശുപത്രികൾ കേൾക്കുന്നത് തന്നെ അവന് വെറുപ്പായി മാറി. കാരണം അവൻ്റെ കുഞ്ഞു മനസ്സിൽ അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷിക്കേണ്ട ആശുപത്രികൾ അല്ലെ രക്ഷിക്കേണ്ട ഹോസ്പിറ്റലുകൾ രക്ഷിച്ചില്ലെന്ന് മാത്രമല്ല, ആ ശരീരം വിട്ടുകൊടുത്തുമില്ല. അവൻ്റെ അമ്മയെ കാണാനായിട്ട് പോലും കഴിഞ്ഞില്ല. അതോടുകൂടി ആ ഒരു സിസ്റ്റത്തോട് അവന് വെറുപ്പ് കൂടി, അവന് വൈരാഗ്യം കൂടി. തകർക്കണം, ഈ ഒരു സിസ്റ്റത്തെ തകർക്കണം. സിസ്റ്റം മാത്രമല്ല, മനുഷ്യരാശിയെ തന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ തകർക്കണമെന്ന് അവൻ ചിന്തിച്ചു. അങ്ങനെ അവൻ്റെ ഈ 17 വയസ്സ് പ്രായമൊക്കെ കഴിഞ്ഞ് അവൻ നേരെ നേവിയിലേക്ക് ചെന്ന് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. അവനവിടെ ജോലി കിട്ടി. എന്നാൽ അവൻ്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥതമാണ്. അവൻ നേവിയിൽ ജോലി ചെയ്യുമ്പോഴും അവനതിനൊരു തൃപ്തി കണ്ടെത്തുവാനായിട്ട് അവന് കഴിയുന്നില്ല. അവൻ്റെ ചിന്ത എങ്ങനെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി സമ്പാദിക്കണമെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ 1983 അവന് നേഴ്സിങ്ങിനെ മൗണ്ട് ബാൻ എന്ന് പറയുന്നതായ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ നേടുകയും അങ്ങനെ അവൻ നേഴ്സിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞ് ഏകദേശം 1987 സെൻറ്റ് ബാൻ എന്ന് പറയുന്ന ന്യൂജേഴ്സിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അവനെ നേഴ്സായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അവിടുന്നാണ് അവൻ്റെ ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് ജോൺ എൽഗോ എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെ കൊന്നുകൊണ്ട് അവൻ്റെ ഈ ജൈത്രയാത്ര അവൻ ആരംഭിക്കുന്നത്. അവൻ്റെ ഒരു നേച്ചർ വെച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ അവൻ ഏകദേശം ഒരു 9 പേരെ ഇതേപോലെ മരുന്ന് കുത്തിവെച്ച് കൊന്നു. അവൻ്റെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഈ ഡൈജോസിൻ പോലുള്ള മരുന്ന് മാത്രമല്ല അവൻ അതിനുവേണ്ടി ഉപയോഗിച്ചത്. ഇൻസുലിനും അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻസുലിൻ അവൻ ഉപയോഗിച്ചത്? പ്രമേഹമില്ലാത്ത ആൾക്കാർക്ക് വലിയ കൂടിയ അളവിൽ ഇൻസുലിൻ കുത്തിവെച്ച് അങ്ങനെ അവർക്ക് ശ്വാസതടസ്സം ഉണ്ടാക്കി ആണ് ഇവൻ എന്ത് ചെയ്യുന്നത്? ആൾക്കാരെ കൊന്നുകളയുന്നത്. അങ്ങനെ പല രീതിയിലാണ് ഇവൻ മരുന്നുകൾ കൊണ്ട് ആൾക്കാരെ കൊല്ലുന്നത്. അങ്ങനെ ഇവൻ ഇങ്ങനെ ആശുപത്രി തുടർച്ചയായിട്ട് ഇതുപോലെ തന്നെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ആശുപത്രിയിലെ അധികൃതർക്ക് സംശയങ്ങളുണ്ടാകും. സംശയമുണ്ടാകുമ്പോൾ അവർ ഈ രോഗികൾ ആരൊക്കെയാണ് അവരെ പരിചരിച്ചതെന്ന് അവരൊരു സ്റ്റഡി നടത്തും. അങ്ങനെ നോക്കുമ്പോൾ പല ആൾക്കാരും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ വന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ ഈ കഥാപാത്രവുമായ ഈ ചാൾസ് കള്ളനും ഉൾപ്പെട്ടു. അവൻ്റെ നീക്കത്തിൽ സംശയം തോന്നിയ ഈ ആശുപത്രി അധികൃതർ ഇവനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വമെന്ന് മനസ്സിലാകുകയും അതുമാത്രമല്ല ഈ IV ബാഗുകളിൽ കൂടുതൽ സുഷിരങ്ങൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുകയും ആ സുഷിരങ്ങളിൽ ഇതേപോലുള്ള മരുന്നുകൾ കുത്തിവെച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവനെ പിടിച്ച് ആ ആശുപത്രിയിൽ നിന്നും ഇവനെ അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം 9 ആശുപത്രികളാണ് ഇവന് ഇതേപോലെ തന്നെ മരുന്നുകൾ കുത്തിവെച്ച് ആൾക്കാരെ കൊന്നുകളഞ്ഞത്.
എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇവനെ എന്തിനാണ് പുറത്താക്കിയതെന്ന് ലോകത്തോട് വിളിച്ച് പറയുകയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പോലീസിൽ അത് അറിയിക്കുകയായിരുന്നുവെങ്കിൽ ഇത്രയും ഒന്നും മരണം ഉണ്ടാകില്ലായിരുന്നു. എന്നാൽ അവരുടെ ഹോസ്പിറ്റലിൻ്റെ ആ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് കൊണ്ട് അവർ ആ മരണങ്ങളെല്ലാം മൂടി വെച്ചിട്ട് ഇയാളെ മാത്രം ആ ഹോസ്പിറ്റലിൽ നിന്നും പുറത്താക്കുന്ന ഒരനുഭവമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഏകദേശം 400 ആൾക്കാരെ ഇവൻ ഇങ്ങനെ കൊന്നു എന്ന് പറയുന്നത്. അങ്ങനെ അവൻ ഈ മനുഷ്യനെ കൊന്ന് തൃപ്തി അടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇവൻ ആൾക്കാരെ കൊന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആമി ലോറൻസ് എന്ന് പറയുന്നതായ ഒരു വനിത, ഇവൻ്റെ ഒരു ചങ്ങാതിയായിരുന്നു. ഈ ആശുപത്രികൾ ഇതുപോലെ മരണമുണ്ടാകുമ്പോൾ ആമിക്ക് സംശയമുണ്ട്, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർക്ക് ഈ ചാൾസ് കള്ളനെ വലിയ ഇഷ്ടമാണ്. കാരണം അവർക്ക് 2 പെൺമക്കളാണുള്ളത്. അതുമാത്രമല്ല, അവരൊരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയായിരുന്നു. ഇടയ്ക്ക് അവർ ശ്വാസം കിട്ടാതെ പലപ്പോഴും ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഈ ചാൾസ് കള്ളനാണ് അവരുടെ ഡ്യൂട്ടിയും ഏറ്റെടുക്കുകയും അതുമാത്രമല്ല അവർക്ക് ആശ്വാസമായിട്ട് അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ആമിക്ക് ചാൾസിനെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ചാൾസിനെ ഒരു സംശയം അവർക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഒരു മനുഷ്യനോട് പോലും ചങ്ങാത്തം കൂടാത്ത, അല്ലെങ്കിൽ എല്ലാവരെയും വെറുപ്പോടെ കാണുന്ന, ആരോടും വ്യക്തിതാല്പര്യങ്ങളില്ലാത്ത ചാൾസ് ഇവരോട് മാത്രം വലിയൊരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ചു. ഒരു ദിവസം പോലീസുകാർ ഈ ഹോസ്പിറ്റലിൽ വന്നു. ഇത്രയും മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഓരോ ഹോസ്പിറ്റലിലും ആ പോലീസുകാർ ചെന്നു. അവിടെയൊക്കെയും ഈ ചാൾസ് ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ തെളിവില്ലാതെ ഒരു മനുഷ്യനെയും അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അങ്ങനെ ഇവർ രഹസ്യമായിട്ട് ഈ ചാൾസിനെ കുറിച്ച് പഠിക്കാൻ പോലീസുകാർ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം അവർ ഓരോ ഹോസ്പിറ്റലിലും കേന്ദ്രീകരിച്ച് അവരുടെ മെഡിസിൻ്റെ മെഡിസിൻ വാങ്ങുന്നതിനെയും അത് ചെലവഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അവർ ഡീപ്പായിട്ട് പഠിച്ചു. അപ്പോൾ ചില മരുന്നുകൾ മാത്രം, ഈ ഡൈജോസിൻ അതുപോലെ തന്നെ ഇൻസുലിൻ്റെ ഒക്കെ അളവ് വളരെയധികം കൂടുതൽ ഈ ചാൾസ് ഉള്ള ഹോസ്പിറ്റലിൽ വാങ്ങിക്കൂട്ടുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ ആശുപത്രി അധികൃതർക്ക് ഇത് മനസ്സിലായില്ല. കാരണം ചാൾസ് ഇത് പർച്ചേസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ കൃത്രിമം കാണിച്ചിട്ട് ഇത് പർച്ചേസ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ആക്കുകയും ചെയ്യും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്ന രീതിയിൽ അത് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് ഇത് മനസ്സിലാകില്ല. എന്നാൽ ഈ പോലീസുകാർ നിരന്തരമായി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ അവർക്കിങ്ങനെ ഒരു ബില്ലിൽ ഇങ്ങനൊരു കൃത്രിമത്വം നടത്തുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ചാൾസ് അവസാനം ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിലും ആ പോലീസുകാർ അവിടെ വന്നു. ആ ഓഫീസേഴ്സ് ചാൾസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആർക്കും ചാൾസിനെ ലാസ്റ്റ് ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ അത്ര സംശയങ്ങളൊന്നുമില്ല. അവർ എല്ലാം പറയുന്നത് കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനാണ്, നന്നായിട്ട് രോഗികളെ കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പലപ്പോഴും രോഗികൾക്ക് ഒരു ആശ്വാസമാണ് എന്നൊക്കെ ചാൾസിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാർ ചാൾസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കിയപ്പോൾ വേറെ ആരുമില്ല. ഉള്ളത്
ഈ ആമി ലോറൻസ് എന്ന് പറയുന്നതായ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോലീസുകാർ ഈ ആമിയോട് പറഞ്ഞു, താങ്കളുടെ കൂടെ സഹവസിച്ച് നടക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല. അദ്ദേഹം ഇതുവരെ 9 ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ആ 9 ഹോസ്പിറ്റലിലും അനേകം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, അയാൾ എന്തൊക്കെയോ ചെയ്ത് ആൾക്കാരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ തെളിവില്ല. അയാൾ ആണെന്നറിയാം, പക്ഷെ ഞങ്ങളെ തെളിവില്ല. അതിന് താങ്കൾ ഞങ്ങളെ സഹായിക്കണമെന്ന് ആമിയോട് പറഞ്ഞു. ആമി ആദ്യം ഇത് വിശ്വസിച്ചില്ല. ആമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിതൊരിക്കലും വിശ്വസിക്കില്ല. ഇത് ചാൾസാണ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ കുറേ നാളായിട്ട് എനിക്കറിയാം. എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെയും അദ്ദേഹം എനിക്ക് ഒത്തിരി താങ്ങും തണലായിട്ട് നിന്ന ഒരാളാണ്. അതുമല്ല, എൻ്റെ 2 പെൺമക്കളെയും അദ്ദേഹം വളരെ വാത്സല്യത്തോടു കൂടി നോക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹമല്ല എന്ന്, അദ്ദേഹമാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ പോലീസ് ഓഫീസേഴ്സ് തങ്ങളുടെ കയ്യിലുള്ള ബില്ലിൻ്റെ പകർപ്പുകളും അവർ പല ആശുപത്രിയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളും ഒക്കെയും ഈ ആമിയെ കാണിക്കുകയും അവരെ അതെല്ലാം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ ആമിയോട് ഈ പോലീസുകാർ പറഞ്ഞു, താങ്കളുടെ ഈ ഫ്രണ്ടായ ഈ ചാൾസ് കള്ളനെ താങ്കൾ ഇനിയും തൊട്ട് ഒന്ന് നിരീക്ഷിക്കണം, വ്യക്തിപരമായിട്ടൊന്ന് നിരീക്ഷിക്കണം. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നത്, അദ്ദേഹം എവിടെയൊക്കെയാണ് പോകുന്നത്, എപ്പോഴാണ് അദ്ദേഹം ഡ്യൂട്ടിക്ക് വരുന്നത്, എപ്പോഴാണ് അദ്ദേഹം ഡ്യൂട്ടിയിൽ നിന്നും മടങ്ങിപ്പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആമി ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുകയാണ്. ഒരുപക്ഷെ ഇത് സത്യമാണെങ്കിൽ ആമി ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഒരുപക്ഷെ തൻ്റെ ജീവിതം തന്നെ അപായപ്പെടുത്താം. കാരണം ഇത്ര ആൾക്കാരെ കൊന്ന ഒരു മനുഷ്യൻ തന്നെ കൊന്നുകളയുവാനായിട്ട് നിസ്സാരമായ ഒരു ഭാവവ്യത്യാസമുണ്ടായി. ഈ ഒരു ചോദ്യം ആമി ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് സൈലൻ്റായി. അദ്ദേഹം പെട്ടെന്ന് ആമിയോട് എന്തോ ഒരു അപായ സൂചന അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് ചുറ്റുമൊന്ന് നോക്കി, വിളറി വെളുത്തു. താനൊരു ട്രാപ്പിലായോ എന്ന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉൾവിളിയുണ്ടായി. അദ്ദേഹം പെട്ടെന്ന് ആമിയോട് പറയുകയാണ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം,
നമുക്ക് മറ്റൊരു ദിവസം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോയി. ആമിയും ആ പാടെ വല്ലാത്തൊരവസ്ഥയിലായി, പോലീസുകാരും അതുപോലെ തന്നെയായി. കാരണം ഇയാൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഇയാൾ അതേക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ പിന്നെയും കുറേ ദിവസം മുന്നോട്ട് പോയി. വീണ്ടും ഹോസ്പിറ്റലിൽ ഇതേപോലെ തന്നെ മരണങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ഇനി എന്തു വന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുമില്ല, തെളിവുമില്ല. എന്തായാലും ഇദ്ദേഹത്തെ സംശയത്തിൻ്റെ നിഴലിൽ പോലീസുകാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടും യാതൊരു ഫലവുമില്ല. ഇയാളൊന്നും അഡ്മിറ്റ് ചെയ്യുന്നില്ല, ഇയാളൊന്നും പറയുന്നില്ല. ഇയാൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാനല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അവസാനം പോലീസുകാർക്ക് ഒരു നിവൃത്തിയുമില്ലാതെ അവർ ആമിയെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് ഒരു ഇരുണ്ട മുറിയിൽ ഒരു ചെയർ അപ്പുറവും ഇപ്പുറവുമായിട്ട് ആമിയെയും ഈ പറയുന്നതായ ചാൾസ് കള്ളനെയും ഇരുത്തി. എന്നിട്ട് പോലീസുകാർ അവിടുന്ന് മാറി. ആമി ഈ ചാൾസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് വിറയ്ക്കുന്ന സ്വരത്തിൽ, ഇതെല്ലാം ചെയ്തത് നീയല്ലേ? നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് നിനക്ക് ഇതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത്? എത്ര ആൾക്കാരുടെ സ്വപ്നങ്ങളെയാണ് നീ തകർത്ത് കളയുന്നത്? അല്ലെങ്കിൽ എത്രയോ ആൾക്കാരുടെ രോഗത്തിൽ നിന്നും വിടുവിക്കുന്ന അവരുടെ ഒരു ആശ്രയമായ ഹോസ്പിറ്റലിൽ അവരെ ശുശ്രൂഷിക്കേണ്ട ഡോക്ടേഴ്സ്, അവരെ സ്നേഹിക്കേണ്ട നേഴ്സുമാർ, അവരവിടുന്ന് സന്തോഷത്തോടെ അവരുടെ ഭവനത്തിലേക്ക് പോകേണ്ട സ്ഥലത്ത് അവരുടെ ജീവനറ്റ ജഡമാണ് കൊണ്ടുപോകുന്നത്. ഇതൊരു വലിയൊരു ക്രൂരതയല്ല നീ കാണിക്കുന്നത്? പുറത്തു വെച്ചല്ലല്ലോ, ഒരു ആതുരാലയത്തിൽ വെച്ചല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാൾസിൻ്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ ഉലച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഏതോ ഒരു മുഹൂർത്തത്തിൽ, ഏതോ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ചാൾസ് ഈ പോലീസുകാരോട് പറയുകയാണ്, എനിക്ക് ഒരു സിഗരറ്റ് തരൂ. അങ്ങനെ പോലീസുകാർ ഒരു സിഗരറ്റ് ഈ ചാൾസിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അപ്പോൾ ഇവൻ ആ കഥ പറയാനായിട്ട് തുടങ്ങിയാണ്. ഈ പോലീസ് ഓഫീസർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു റിപ്പൻറ്റ് ചെയ്യുന്ന ഒരു പ്രതി അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്ന പ്രതി ആദ്യമൊന്നും ഏറ്റുപറയുകയില്ല. അവസാനം അവർ ഏറ്റുപറയുന്ന ആ ഒരു മുഹൂർത്തത്തിൽ അവരൊന്നെങ്കിലും സിഗരറ്റ് ചോദിക്കും, അല്ലെങ്കിൽ അല്പം വെള്ളം ചോദിക്കും, അല്ലെങ്കിൽ അല്പം ഭക്ഷണം ചോദിക്കും. അതൊക്കെ റിപ്പൻറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ ചാൾസും അതുപോലെ തന്നെ ഒരു സിഗരറ്റ് ചോദിച്ചു, അത് വലിച്ചു. എന്നിട്ട് അവൻ പൊട്ടിക്കരയുകയാണ്. ഈ ആമയുടെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ്, ഞാനാണത് ചെയ്തത്. പക്ഷേ ഞാൻ അവരോട് വെറുപ്പ് കൊണ്ടല്ല, എൻ്റെ ശത്രുക്കളല്ല അവർ. ഞാൻ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അവരെ ഞാൻ റിലീഫ് ചെയ്യുകയാണ്. ഈ നശിച്ച ലോകത്ത് നിന്നും, ഈ കഷ്ടത നിറഞ്ഞ ലോകത്ത് നിന്നും, ഈ നെടുവീർപ്പ് നിറഞ്ഞ ലോകത്ത് നിന്നും, ഈ ദുഷ്ടന്മാരുടെ ലോകത്ത് നിന്നും ഞാൻ അവരെ രക്ഷിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ചാൾസ് പറയുന്നത്. ഞാൻ അവരെ ഫ്രീ ആക്കി വിടുകയാണ് ചെയ്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ചാൾസിനെ പോലീസുകാർ അറസ്റ്റ് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തി കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ ചാൾസിനെ കൊണ്ടുവന്നു. അപ്പോൾ ഏകദേശം ഈ 400 ആൾക്കാരെ കൊന്ന ഈ ഒരു ക്രിമിനലിനെ കാണാൻ വേണ്ടി ജനസാഗരം അവിടെ ഉണ്ടായി. അതുമാത്രമല്ല, തങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട, സഹോദരനെ നഷ്ടപ്പെട്ട, സഹോദരിയെ നഷ്ടപ്പെട്ട, തൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അനേക ബന്ധുക്കളെല്ലാം ഈ കോടതി പരിസരത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ചാൾസിൻ്റെ കുറ്റം ഇങ്ങനെ വക്കീൽ വായിക്കുമ്പോൾ ചാൾസ് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ
ചെയ്തത് തെറ്റല്ല, ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാനതിന് റിപ്പൻറ്റ് ചെയ്യുന്നില്ല, ഞാൻ ചെയ്തത് തെറ്റല്ല, ഞാൻ അവരെ ഫ്രീ ആക്കുകയാണ് ചെയ്തത്. അവസാനം പോലീസുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ വായ പൊത്തിപ്പിടിക്കേണ്ട ഒരവസ്ഥ പോലും വന്നു. എന്തായാലും ജഡ്ജി ഇദ്ദേഹത്തിന് 11 ജീവപര്യന്ത വിധിച്ചിരിക്കുന്നത്. നിസ്സാരമല്ല കേട്ടോ. 11 ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഏകദേശം 200 വർഷം അദ്ദേഹം ജയിലിൽ കിടക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചാൾസിന് മാറ്റപ്പെടേണ്ടതായിട്ട് വന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും പെൻസിൽവാനിയ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ജയിലിൽ അദ്ദേഹം ലൈവായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് യാതൊരു റിപ്പൻറ്റും ഇല്ല. ഈ 400 ആൾക്കാരെ കൊന്നത് അദ്ദേഹത്തിന് യാതൊരു റിപ്പൻറ്റും ഇപ്പോഴും ഇല്ല. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഞാൻ അവരെ ഫ്രീ ആക്കി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി മുഴുവൻ ആ ജയിലിലാണ് കിടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു റിപ്പൻറ്റും ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഒരു മാനസാന്തരവും ഉണ്ടായിട്ടില്ല. കോടതിക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ ഇനി പുറത്തു വിടേണ്ട ആവശ്യമില്ല, ഇത്രമാത്രം ക്രൂരനായ ഒരു മനുഷ്യനെ. അതുകൊണ്ടാണ് ഈ 11 വർഷത്തെ അല്ലെങ്കിൽ 11 ജീവപര്യന്തം ഇദ്ദേഹത്തിന് കൊടുത്തത്. എന്തായാലും ഇന്നും അദ്ദേഹം ആ ജയിലിൽ ഉണ്ട്. ഈ കൊടും കുറ്റവാളിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാൻ സഹായിച്ച ഈ ആമി ലോറൻസ് എന്ന് പറയുന്നതായ ആ സ്ത്രീ, അതിനുശേഷം അവരുടെ ഹാർട്ട് സർജറി കഴിഞ്ഞു. അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അവരിന്നും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു കുറ്റബോധമുണ്ട്. കാരണം തൻ്റെ കൂട്ടുകാരനായ, തന്നോടെല്ലാം ഷെയർ ചെയ്യുന്ന, തൻ്റെ കുറ്റവാളിയാണെങ്കിലും താനാണ് അയാളെ ഒറ്റുകൊടുത്തത്. പക്ഷേ ലോക നന്മയ്ക്ക് വേണ്ടി അത്രയും ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യവും അവർക്കുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ ഈ കഥ കേട്ട എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്, ഒരു കുറ്റവാളിയും ഉണ്ടാകുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് ഓരോ കുറ്റവാളിയെയും വാർത്തെടുക്കുന്നത്. ഈ ചാൾസ് കള്ളനും അതുപോലെ തന്നെയാണ്. അവൻ്റെ ബാല്യം ഒട്ടും ആശാവകമായിരുന്നില്ല. അവനെ ശുശ്രൂഷിക്കാനോ അവനെ നേർവഴിക്ക് കൊണ്ടുപോകുവാനോ അവൻ്റെ മാതാപിതാക്കളില്ലായിരുന്നു. ഒരു പരിധിവരെ അധ്യാപകരും അവനെ സഹായിച്ചിട്ടില്ല. അവനൊരു അന്തർമുഖനായിരുന്നു. അവൻ്റെ അമ്മയുടെ മരണം ക്ഷണിച്ചു വരുത്തിയ ആ ആശുപത്രി ജീവനക്കാരും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലും, അവൻ്റെ ആ ബോഡി പോലും, അമ്മയുടെ ബോഡി പോലും വിട്ടുകൊടുക്കാത്ത ആ ഹോസ്പിറ്റലും ചികിത്സ വൈകിപ്പിച്ച ആ ഡോക്ടർമാരും എല്ലാം അവന് വെറുപ്പായി തീർന്നു. അതുകൊണ്ട് അവനെ ഹോസ്പിറ്റലിനോട്, ആ മെഡിസിൻ രംഗത്തോട് തന്നെ അവന് വെറുപ്പായി. ഏതൊരു കുട്ടിയെയും വാർത്തെടുക്കുന്നത് വിദ്യാലയങ്ങൾ പോലെ തന്നെ അവൻ്റെ കുടുംബത്തും അവൻ്റെ വീട്ടിലും അവൻ്റെ മാതാപിതാക്കൾക്കും വലിയ പങ്കുണ്ട്. പല കുറ്റവാളികളും പറയാറുണ്ട്, ഞങ്ങളെ നേരിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളെ കൺട്രോൾ ചെയ്ത്, ഞങ്ങളെ നിയന്ത്രിച്ച്, നല്ല വഴി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ ഒരു മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ കുറ്റവാസനയിലേക്ക് ഞങ്ങൾ പോകില്ലായിരുന്നു എന്ന്. ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ റിപ്പർ ചന്ദ്രൻ പറഞ്ഞെന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അയാളൊരു വൈറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ചെറുപ്പകാലങ്ങളിൽ, അതായത് പഠിക്കുന്ന സമയത്ത്, ചെറുതായിരുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ സ്ലേറ്റ്, കല്ല് പെൻസില്, റബ്ബർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ നാണയത്തുട്ടുകളൊക്കെ കട്ടുകൊണ്ട് വരുമ്പോൾ ഈ റിപ്പർചന്ദ്രൻ്റെ അമ്മ ഒരിക്കലും അതിനെ വിലക്കിയിരുന്നില്ല. അത് പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അതേപോലെ തന്നെ അവൻ ഇച്ചിരിയൊക്കെ പ്രായമായ സമയത്ത് അടുത്ത വീട്ടിൽ നിന്ന് ചക്കയും മാങ്ങയും അല്ലെങ്കിൽ വെജിറ്റബിളും ഒക്കെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ കലങ്ങളും ഒക്കെയും മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോൾ ഇവനത് വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മേടിച്ച് അവർ
പാചകം ചെയ്തു കൊടുക്കുകയാണ് ആ സ്ത്രീ ചെയ്തത്. അപ്പോൾ അവസാന കാലത്ത് ഇവനെ തൂക്ക് കയറിന് വേണ്ടി അല്ലെങ്കിൽ തൂക്കാൻ വേണ്ടി ഇവനെ ജയിലിലിട്ട സമയത്ത് ഇവൻ ആ പോലീസുകാരോട് പറഞ്ഞത്, എനിക്ക് ഈ ഒരു ഗതി ഉണ്ടായത് എൻ്റെ അമ്മ കാരണമാണെന്നാണ് പറഞ്ഞത്. അമ്മയെ കാണണം എന്നൊക്കെ അവൻ പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു.